ഹായ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ചലഞ്ചിന് വേണ്ടി നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന ടൂൾസാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബ്രൗസറാണ്. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഗൂഗിൾ ക്രോം ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ നെറ്റ്വർക്ക് സ്പീഡൊക്കെ ഓക്കെ ആണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ഓൺലൈൻ കമ്പൈലേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജാവാസ്ക്രിപ്റ്റ് ഓൺലൈൻ കമ്പൈലേഴ്സ് എന്ന് സെർച്ച് ചെയ്യുക. ഏതെങ്കിലും ഒരു കമ്പൈലർ യൂസ് ചെയ്യുക. ഇവിടെ റൺ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ജാവാസ്ക്രിപ്റ്റ് കോഡ് റൺ ചെയ്യുന്നുണ്ട്. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന പാത്ത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്നുള്ള ID യൂസ് ചെയ്തിട്ടാണ്. ID എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു നോട്ട് പാഡ് ഫയൽ യൂസ് ചെയ്യാം. പക്ഷേ ഒരു ID യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ആ ലാംഗ്വേജിലെ റെക്കമെൻഡേഷൻസും എന്തെങ്കിലും കറക്ഷൻസും കാര്യങ്ങളും സജഷൻസും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്ക് ID പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ VS കോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് VS കോഡ് ഡൗൺലോഡ് എന്ന് ഞാൻ സെർച്ച് ചെയ്യുന്നു. നമുക്ക് ഓപ്ഷൻസ് കാണും. ക്ലിക്ക് ചെയ്യുന്നു. ഫയൽ ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ആ ഫയൽ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ്സിൽ ആ ഫയൽ കാണാം. ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഫയൽ എക്സ്ട്രാക്റ്റ് ആവുന്നുണ്ട്. എക്സ്ട്രാക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് കാണാം. അപ്പോൾ എക്സ്ട്രാക്റ്റ് ആയി കിടക്കുന്ന ഫയൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊരു ഫയൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫയൽ ഓപ്പൺ ഫോൾഡർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏത് ഫയലാണോ ആഡ് ചെയ്യേണ്ടത്, ഒരു ന്യൂ ഫയൽ ആഡ് ചെയ്യണമെങ്കിൽ ന്യൂ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ നിലവിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ നമ്മളൊരു ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബ്രോട്ടോ എന്നുള്ള ഫോൾഡറാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ബ്രോട്ടോ എന്നുള്ള ഫോൾഡറിനുള്ളിൽ VS കോഡ് യൂസ് ചെയ്ത് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഫയൽ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഒരു HTML ഫയലാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം HTML എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് VS കോഡിൽ നിന്ന് സജഷൻ കിട്ടുന്നുണ്ട്. ഇതാണ് ID യൂസ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്. ഒരു ബോയിലർ പ്ലേറ്റ് കോഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് ഡോട്ട് ഇവിടെ വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഫയൽ സേവ്ഡ് അല്ല എന്നാണ്. നമുക്ക് കമാൻഡ്സ് S യൂസ് ചെയ്തിട്ട് ഫയൽ സേവ് ചെയ്യാം. അപ്പോൾ ഫയൽ ഓട്ടോ സേവ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഫയൽ ഓട്ടോ സേവ് ചെയ്യണമെങ്കിൽ ഓട്ടോ സേവ് എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇത് എനേബിൾ ചെയ്താൽ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ച് കണ്ടൻറ്റ് ഓട്ടോമാറ്റിക്കലി സേവ് ആവും. ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ഫയൽ ലൊക്കേറ്റ് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അത് ബ്രൗസറിൽ വരുന്നതാണ്. ഈ ഒരു ഫയൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചേഞ്ച് ചെയ്തത് ഇവിടെ റിഫ്ലക്റ്റിംഗ് അല്ല. അത് റിഫ്ലക്റ്റ് ആവണമെങ്കിൽ നമ്മൾ റീഫ്രഷ് ചെയ്യണം. ഇത് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ലൈവ് സെർവർ എന്നുള്ള എക്സ്റ്റൻഷൻ യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എക്സ്റ്റൻഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ലൈവ് സെർവർ എന്ന് സെർച്ച് ചെയ്യുന്നു. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അത് ഇൻസ്റ്റാൾ ആയതിനു ശേഷം index.html എന്ന ഫയലിലേക്ക് വരുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്നുള്ള ഓപ്ഷൻ കാണാം. അല്ലെങ്കിൽ ഇവിടെയുള്ള ഗോ ലൈവ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ചേഞ്ച് ചെയ്യുന്നത് അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ റിഫ്ലക്റ്റ് ആവും. ഇനി ഈ ഒരു HTML ഫയലിലേക്ക് ജാവാസ്ക്രിപ്റ്റ് ഫയൽ ആഡ് ചെയ്യാൻ ആദ്യം നമ്മളൊരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. script.js എന്നുള്ളൊരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. HTML ഫയൽ എടുക്കുന്നു. സ്ക്രിപ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. നമുക്ക് സ്ക്രിപ്റ്റ് SRC എന്നൊരു ഓപ്ഷൻ കാണാം. നമ്മളെ ഫയലിൻ്റെ പേര് SRCയിൽ പ്രൊവൈഡ് ചെയ്യുന്നു. script.js പോകുന്നു. console.log ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സിയിൽ printfഉം C++ൽ coutഉം ജാവയിൽ system.out.println ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ ജാവാസ്ക്രിപ്റ്റിൽ പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു കമാൻഡ് ആണെന്ന് ഇത് മനസ്സിലാക്കുക. തൽക്കാലം നമ്മളിത് HTMLലേക്ക് ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ ലിങ്ക് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ബ്രൗസറിലേക്ക് പോകുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇൻസ്പെക്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. കൺസോളിലേക്ക് പോയാൽ ആ ഒരു മെസ്സേജ് കാണാം. അപ്പോൾ script.jsൽ പോയിട്ട് ആ മെസ്സേജ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിവിടെ റിഫ്ലക്റ്റ് ആവും. അപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് പഠിക്കാൻ ഈ ഒരു ഫയൽ യൂസ് ചെയ്യാം. ഇവിടെ ജാവാസ്ക്രിപ്റ്റ് കമാൻഡ്സ് പ്രൊവൈഡ് ചെയ്യാം. അതിൻ്റെ വർക്കിംഗ് പ്രോപ്പറാണോ, നമുക്ക് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടാണോ നമുക്ക് കിട്ടുന്നത് അതറിയണമെങ്കിൽ നമുക്ക്
ബ്രൗസറിൻ്റെ കൺസോൾ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബ്രൗസർ മാത്രമുണ്ടെങ്കിലും ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ പറ്റും. ഈ ഒരു കൺസോൾ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത് കൺസോളിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ് തന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ സോഴ്സസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ഒരു മോർ ടാബ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സ്നിപ്പെറ്റ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ജാവാസ്ക്രിപ്റ്റ് കോഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്, ടൈപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്തത് അതിനുശേഷം ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ പറ്റും. നമുക്ക് ബ്രൗസർ മാത്രം യൂസ് ചെയ്തും ജാവാസ്ക്രിപ്റ്റ് ലേൺ ചെയ്യാം. പക്ഷെ നമുക്ക് റെക്കമെൻഡഡ് അപ്രോച്ചും ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് ഫയൽസ് സേവ് ചെയ്യേണ്ടി വരും, സജഷൻസ് കിട്ടേണ്ടി വരും, ഫോർമാറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഫോർമാറ്റിംഗ് എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിലവിൽ ടൈപ്പ് ചെയ്യുന്ന കോഡ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ പ്രോപ്പർ അലൈൻമെൻറ്റും സ്പേസിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കാം. ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ, ഒന്ന് സ്റ്റാൻഡേർഡ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോഡിനെ ഫോർമാറ്റ് ചെയ്യാം. ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് VS Code ബൈ ഡിഫോൾട്ട് ഫോർമാറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് Prettier എന്നൊരു എക്സ്റ്റൻഷനാണ്. ഞാനത് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. script.jsലേക്ക് വരുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഫോർമാറ്റ് ഡോക്യുമെൻ്റ് എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യുന്നു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കോൺഫിഗർ ചെയ്യാൻ ചോദിക്കും. Prettier ചൂസ് ചെയ്യുക. ഇപ്പോൾ തന്നെ കാണാം ഇത് രണ്ടും കറക്റ്റ് ലൈനിൽ വന്നിട്ടുണ്ട്. ആ എക്സ്ട്രാ സ്പേസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. നിലവിൽ നമ്മൾ ലേൺ ചെയ്യുമ്പോൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നു, അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസോളിലേക്ക് പോവും, ഔട്ട്പുട്ട് നോക്കും. അപ്പോൾ നമ്മൾ ലേൺ ചെയ്യുന്ന, നമ്മൾ ടീച്ച് ചെയ്യുന്ന ടൈമിൽ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു, ബ്രൗസറിലേക്ക് പോകുന്നു. അപ്പോൾ ആ ഒരു ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചിങ് ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് Node.js ആയിരിക്കും. Node.js എന്ന് പറഞ്ഞാൽ ബ്രൗസർ യൂസ് ചെയ്യാതെ ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യാനുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ്, ഒരു സോഫ്റ്റ്വെയർ ആണത്. അപ്പോൾ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള ഒരു മാൻഡേറ്ററി അല്ല. നമ്മുടെ ടീച്ചിങ് കൺവീനിയൻസിന് വേണ്ടി മാത്രമായിട്ടാണ് Node.js ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതും നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയലിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ കാണിച്ചിട്ടുള്ള HTML ഫയലും script.js യൂസ് ചെയ്യുന്നത് തന്നെയാണ് റെക്കമെൻഡഡ് ആയിട്ട്, ഒരു ബിഗിനർ എന്ന രീതിയിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന അപ്രോച്ച്. ഇൻ കേസ് നിങ്ങൾക്ക് ഫോളോ അലോങ് ചെയ്യാൻ നമ്മൾ Node.jsൻ്റെ ഇൻസ്റ്റലേഷനും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് Node.js ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുക. ക്ലോസ് ചെയ്യുന്നുണ്ട്. Node.jsൻ്റെ സൈറ്റിലേക്ക് പോവുക, ഡൗൺലോഡ് ഓപ്ഷൻ, അല്ലെങ്കിൽ Node.jsൻ്റെ ഹോം പേജിലും ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക, Node.jsൻ്റെ ഫയൽ ഇൻസ്റ്റാൾ ആവുന്നതാണ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ Node.jsൻ്റെ പാക്കേജ് ഡൗൺലോഡ്സിൽ കിട്ടും. നേരത്തെ ചെയ്ത പോലെ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, കണ്ടിന്യൂ ചെയ്യുക, കണ്ടിന്യൂ, അഗ്രി, ഇൻസ്റ്റാൾ. ക്രെഡൻഷ്യൽസ് പ്രൊവൈഡ് ചെയ്യുക, Node.js ഇൻസ്റ്റാൾ ആവുന്നു. ഇപ്പോൾ Node.js ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുള്ള VS Code ക്ലോസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതിനുശേഷം VS Code ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അപ്ലിക്കേഷൻസിൽ കിട്ടണമെങ്കിൽ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി ഈ ഒരു ഫയലിനെ. നമുക്ക് ഇവിടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് കിട്ടും. ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നോഡ് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നമുക്ക് ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ടെർമിനൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി VS Codeന് ഇൻ്റഗ്രേറ്റഡ് ടെർമിനൽ അവൈലബിൾ ആണ്. അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് വ്യൂ ടെർമിനൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നോഡ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്നറിയാൻ Node-v വേർഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോഡ് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, നമുക്ക് വേർഷൻ കിട്ടിയിട്ടുണ്ട്. നോഡ് നമ്മുടെ ഫയലിൻ്റെ പേര് സ്ക്രിപ്റ്റ് എന്നാണ്. ആ ഒരു ഫയലിൻ്റെ പേര് പ്രൊവൈഡ് ചെയ്താൽ നമുക്ക് നേരത്തെ ബ്രൗസറിൽ കിട്ടിയ ആ പ്രിൻ്റ് ഔട്ട്പുട്ട് നമുക്കിവിടെ ടെർമിനലിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്വിച്ചിങ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിവിടെ Node.js യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു കേസിലാണെങ്കിലും നിലവിൽ script.js ഇവിടെ ലിങ്ക് ആക്കിയത് കൊണ്ട് നമ്മൾ ബ്രൗസർ എടുക്കുകയാണെങ്കിൽ ബ്രൗസറിൻ്റെ കൺസോളിൽ നമുക്ക് ആ മെസ്സേജസ് കാണും. നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന റീസൺ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു ആ ഒരു സ്വിച്ചിങ് ഒഴിവാക്കാൻ. നമുക്കത് റൺ ചെയ്യണമെങ്കിൽ
അപ്പാര യൂസ് ചെയ്താൽ മതി. നമ്മൾ തൊട്ട് മുമ്പുള്ള കമാൻഡ് കിട്ടണമെങ്കിൽ അപ്പാര യൂസ് ചെയ്തിട്ട് എൻ്റർ അടിച്ചാൽ മതി. നമുക്കിവിടെ ലോഗ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ എന്തെങ്കിലും എറർ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഓപ്പൺ ആക്കിയിട്ടുള്ള ഫോൾഡറും നിങ്ങളുടെ ഫയലിൻ്റെ പാത്തൊന്നും കറക്റ്റ് ആവില്ല. അപ്പോൾ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ script.js ഏത് ഫയലാണോ നിങ്ങൾക്ക് റൺ ചെയ്യേണ്ടത് ആ ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ഇൻ്റഗ്രേറ്റഡ് ടെർമിനൽ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിനുശേഷം നോഡ് നിങ്ങളുടെ ആ ഫയലിൻ്റെ പേര് സ്ക്രിപ്റ്റ് എന്ന് കൊടുത്താൽ മതി, കാരണം ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയലാണെന്ന് ഓൾറെഡി നോഡിന് അറിയാം. അല്ലെങ്കിൽ JS എന്ന് കൊടുക്കുക. നമുക്ക് ഔട്ട്പുട്ട് ടെർമിനലിൽ കാണാം.